രാമകൃഷ്ണേട്ടാ, നിക്ക് ഞാൻ പറയട്ടെ. നിക്ക് വീട്ടിന്റെ അടുത്ത് നിന്ന് ഒരു ചെക്കനെ വേണമെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് തന്നില്ലേ? പൈസയും തരില്ല, ഗ്ലാസും തരില്ല. പോരാത്തതിന് ഗവൺമെന്റ് ജോലി, 5 ശമ്പളം. ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ബാക്കിയൊക്കെ അവര് മനസ്സിലാക്കി ജീവിക്കണം. ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ അതെന്റെ കേസല്ല, മനസ്സിലായോ? ക്ലാസ്സിലാണ് അർച്ചന സ്കൂൾ വിട്ട് വരുമായിരിക്കും അല്ലേ? കണ്ടത് എന്തായാലും നന്നായി. ഞാനുണ്ട്. അർച്ചന നിക്കർച്ചനെ ഒരു മിനിറ്റ്. ഞാനേ ലീല ചേച്ചിയുടെ അവിടത്തേക്ക് പോയത് അവരുടെ കുട്ടിയുടെ കാര്യത്തിന്. അതെന്തായി? അവര് വന്ന് പെണ്ണ് കണ്ടിട്ട് പോയി. ഇനി ജാതകം ചേരണം. നിന്റെ അവിടത്തേക്ക് അന്ന് വരാന്ന് പറഞ്ഞ ടീമില്ലേ മോളെ? നല്ല ടീമായിരുന്നു, പക്ഷെ യോഗമില്ല. 600 രൂപ ഉണ്ടോ കൊടുക്കാൻ? അച്ഛന്റെ കൊടുത്താണല്ലോ. കിട്ടി. തിരക്ക് കയറണേ, മറക്കാണ്. എത്ര കല്യാണാണ്. നീ പേടിക്കൊന്നും വേണ്ടോ, നമുക്ക് റെഡിയാക്കാം. എല്ലാം റെഡിയായി വരുമ്പോ ജാതകം കൊളാവും. എന്ത് ചെയ്യാനാ മോളെ? പിള്ളേരെ കൊണ്ട് ഇത്ര ശല്യമില്ല. അതെ, ഒരു കാര്യം പറയാനുണ്ട്. ആ വണ്ടിത്താവളത്ത് വരാന്ന് പറഞ്ഞ നല്ല ടീമില്ലേ, അവർ വരില്ല കേട്ടോ. അവർക്ക് ഈ സൈസ് പട്ടിക്കാട്ടുന്ന പെണ്ണ് വേണ്ടെന്ന്. വണ്ടിത്താവളം പിന്നെ ജപ്പാനല്ലേ? അയ്യോ, ഗ്ലാസ് ഒന്നും വേണ്ടേ? നീ ചായ കുടിക്കാം. കാലിക്കുപ്പയുടെ ഞങ്ങളുടെ പറമ്പ് കളിച്ചാൽ നിങ്ങൾക്കാണ് ലൈസൻസ് തരണം. ഈ തള്ള നിങ്ങൾക്ക് ഒരു പണിയൊന്നുമില്ല. അവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോ വായും പൊളിച്ച് നോക്കിക്കാൻ. ഓടി എവിടെ നിന്ന്? ഷിബു, നീ ചായ കുടിക്കാനെ കുടിച്ചിട്ട് ഗ്ലാസ് ആത്തോണ്ട് വെച്ചേ, വെറുതെ കാഴ്ചയും കണ്ടിരിക്കും. ഷിബു, എടാ നീ മരുന്ന് വാങ്ങിയ? അതവിടെ കൊടുത്തുണ്ട്. പിന്നെ നിങ്ങളുടെ മറ്റേ ആളില്ല, ബ്രോക്കർ തണ്ടി കണ്ട കിണാപ്പന്മാരുടെ ഫോട്ടോയും കൊണ്ട് അഞ്ജുവിന്റെ വീടിന്റെ പരിസരത്ത് ഇറങ്ങിയ അയാളുടെ തലയടിച്ച് ഞാൻ പൊളിക്കണ്ട. ഇനി നീ അവളുടെ പിന്നാലെ നടന്ന ലീൽ ചേച്ചി നിന്റെ തലയടിച്ച് പൊളിക്കും. നീ അത് വിട്ടോട്ടാ. അവളുടെ കല്യാണം ഉറപ്പിച്ചു. കല്യാണോ? അല്ല, അതെങ്ങനെ ശരിയോ? കല്യാണം ഉറപ്പിക്കാൻ പോണെന്നാ നിങ്ങളോട് ആര് പറഞ്ഞു? ആ ബ്രോക്കർ വേണ്ടി അല്ല, ആ ബ്രോക്കർ. ഹലോ മാധവട്ടാ, ഞാനാണ്. നാളെ ചിലപ്പോ നല്ലൊരു ടീം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോ വിളിച്ചോളൂ. നാളെയോ? മോൾക്ക് സ്കൂളുള്ളതാ. മാധവട്ടാ, നിങ്ങൾ ഈ മംഗലയോഗം എന്ന് കേട്ടിട്ടുണ്ടോ? അതിന് ശനി ഞായറൊന്നും ഇല്ല. അപ്പൊ ശരി, നാളെ. ഓരോന്ന് തപ്പിപ്പിടിച്ച് കൊണ്ടുവരുമ്പോ ഇയാളുടെ ഓരോ. അർച്ചനേ, ഹലോ, എത്ര നേരമായി വിളിക്കണു? അവരിതുവരെ വന്നില്ലല്ലോ. മോൾക്കാണെങ്കിൽ നേരം വഴിയായിരുന്നു. വരില്ലേ? ഹലോ ഹലോ, ഞാൻ പോവാ. നിങ്ങൾ എന്താ ചേച്ചി? ഏട്ടോ, അമ്മ എനിക്ക് വീട്ടില് കല്യാണാലോചനയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. നീ ആദ്യം ഒന്ന് കല്യാണം കഴിച്ച് പോകണം. നമുക്ക് പാർക്കിൽ പോണോ സിനിമയ്ക്ക് പോണോ? ആദ്യം നമുക്ക് പാർക്കിൽ പോണോ അത് സിനിമയ്ക്ക് പോണോന്ന്? ആദ്യം നമുക്ക് പാർക്കിൽ പോകാം, എന്നിട്ട് സിനിമയ്ക്ക് പോകാം. അച്ചാച്ചോ, ഓയ് ഉറങ്ങിയത് മതി. സ്ഥലമെത്തിയത് ഞാൻ വിളിക്കാൻ മറന്നു.
ഇതെന്താ കറക്റ്റ് ആയിട്ട് ചെയ്യാത്തെ? എത്ര പ്രാവശ്യം പറയണ ഇത് അർച്ചന ടീച്ചറെ. ആ ഇതാ വരണം. ഇത് എഴുതിട്ടോ പ്രോപ്പറായിട്ട്. എന്താ ടീച്ചറെ? പ്രിൻസിപ്പൾ വിളിച്ചിരുന്നോ? ഇല്ല. എന്നെ ജസ്റ്റിൻ സാറ് വിളിച്ചിരുന്നു. ലിസ്റ്റിൽ ടീച്ചറിൻ്റെ കൂടെ പേരുണ്ടെന്ന് കേട്ടോ പറയണേ. ജോലി നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. പെട്ടെന്ന് ശമ്പളം നിന്നാ കയ്യിന്ന് പോവില്ല. ടീച്ചറെ ഫ്രീ പീരീഡ് അല്ലേ, കളിക്കാൻ പോയിക്കോട്ടെ? വേണ്ട വേണ്ട, ഞാൻ ദേ വരുന്നു. എന്തായാലും ടീച്ചർ ഒന്ന് സംസാരിച്ച് നോക്ക്, നമുക്ക് നോക്കാം. എന്നാൽ ഞാൻ ക്ലാസ്സിലേക്ക് പോട്ടെ. ശരി. നീയാണോ അവളെ തല്ലിയത്? അയ്യോ ഒരു മിനിറ്റ്. നീ പോടാ. എന്തേ? അതെ, ഇയാൾ അനുവിനെ ക്ലാസ് കയറ്റിട്ട് പോവാൻ നോക്ക്. ടീച്ചർ, ആ ചാവി എവിടെ വെച്ചിരിക്കുന്നു ചോദിക്കുമോ പ്ലീസ്? തനിക്കത് അവള് കാണാത്ത എവിടെയെങ്കിലും വെച്ചാ പോലെ. ടീച്ചർ ഒന്ന് പറയുന്നു മനസ്സിലാക്ക്. എവിടെ വെച്ചാലും ഇവിടെ എടുക്കാണെന്നേ. തട്ടുംപുറത്ത് വെച്ചു, അവിടെ നിന്ന് എടുത്തു. അലമാരിക്കുള്ളി വെച്ചു, അവിടെ നിന്ന് എടുത്തു. എവിടെ വെച്ചാലും എടുക്കാണ് ഈ കുരുത്തം കെട്ടവള്. ഒന്ന് ചോദിക്കോ പ്ലീസ്? ചാവി എവിടെയാനു? ചാവി എവിടെ? പറയാനോ ടീച്ചറിനോട് പറ. സർ, എന്താ ടീച്ചറെ, ക്ലാസ്സിനൊക്കെ ഭയങ്കര ബഹളാണല്ലോ. അതൊരു കുട്ടിയുടെ മാമൻ താക്കോലെന്തോ. താക്കോലോ? ടീച്ചർ ഇരിക്കൂ. അതെ, ടീച്ചർക്ക് അറിയാലോ, ടെമ്പററി സ്റ്റാഫിനൊക്കെ പിരിച്ചുവിടാനാണ് മാനേജ്മെന്റ് തീരുമാനം. ശാലോമിലൊരു വേക്കൻസി ഉണ്ട്, ടീച്ചർ വേണമെങ്കിൽ അപ്ലൈ ചെയ്തോളൂ. ഞാൻ വിളിച്ചു പറയാം. ഞാൻ PSC ഒക്കെ അടുത്ത് തന്നെ എക്സാം ഉണ്ട്. ദാറ്റ്സ് ഗുഡ്. ടീച്ചർ, അപ്പൊ ഈ മന്ത് അവസാനിക്കാൻ ഒരാഴ്ചയും കൂടി അല്ലേ ഉള്ളോ? ടീച്ചർ ലീവ് ചെയ്തോളൂ. നിങ്ങളൊക്കെ പറഞ്ഞു വിടുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ടീച്ചറൊന്നും വിചാരിക്കരുത് പ്ലീസ്. നരകം നിങ്ങളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. എനിക്ക് ഒരു പൂന്തോട്ടം മുഴുവനുള്ള എനിക്ക് എന്തിനാണ് നിന്റെ ഈ പൂ എന്റെ അടുത്ത് കളിക്കുന്നത്?